ഹലോ ഹായ് കൂട്ടുകാരെ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അയല പൊള്ളിച്ചതുമായിട്ടാണ് കേട്ടോ. അപ്പം നമ്മളെ വീട്ടിലുള്ള എന്ത് സാധനം വെച്ചും നമുക്ക് പല രീതിയിലുണ്ടാക്കാം അല്ലേ. ഇതിപ്പോൾ അയല ചുമ്മാതെയും പൊരിക്കാം. പിന്നെ എന്താ പറയുന്നത്, നമ്മളെ മക്കളുടെ ഓരോ ഇഷ്ടങ്ങൾ നോക്കണ്ടേ. വെറുതെ പൊരിക്കുമ്പോൾ സാധാ പൊരിച്ച മീനായി പോകും അല്ലേ. അപ്പം ഞാൻ ഇതിനകത്ത് പുരട്ടിയിട്ടുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുരുമുളക്, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കറിവേപ്പില അരച്ചത്, അങ്ങനെയുള്ള നമ്മൾ പിന്നെ മുളക് പൊടി, അങ്ങനെയുള്ള മഞ്ഞൾപ്പൊടി, അങ്ങനെ മല്ലിപ്പൊടി കുറച്ച് ചേർക്കുക കേട്ടോ. ഇതിന് ചിക്കൻ മസാലയോ ഗരം മസാലയോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി ഒരു അരപ്പുണ്ടാക്കാം. അത് സവാള എടുത്തിട്ടുണ്ട്, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഇഞ്ചി ഞാൻ അതിനകത്ത് അരിഞ്ഞിടാറില്ല, വെളുത്തുള്ളി ഇടാറുണ്ട്. കാരണം ഇഞ്ചി കടിക്കുന്ന മോന് താല്പര്യമില്ലാത്തതുകൊണ്ട് അരച്ച് നമ്മൾ മീനിൽ പുരട്ടിയിട്ടുണ്ടല്ലോ. പിന്നെ ഇച്ചിരി തോനെ തക്കാളിയും ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ തക്കാളി ഇത്തിരി കൂടിക്കുന്ന നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് വഴറ്റാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മീൻ ഇങ്ങോട്ട് ഫ്രൈ ചെയ്ത് 3 ഫ്രൈ ചെയ്ത് ഇനി 2 ഫ്രൈ ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മുടെ ഇത് ഉള്ളിയൊക്കെ വഴന്ന് വന്നപ്പോൾ പൊടി ചേർക്കുന്നത് എന്തെന്ന് വെച്ചാൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് ഇത് തോനെയും ചേർക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും കുരുമുളക് മുന്നിൽ നിൽക്കുന്നത് നല്ല ടേസ്റ്റാണ്, ബീഫിനാണെങ്കിലും മീനിനാണെങ്കിലും. ഫ്രൈ ചെയ്യുമ്പോഴാണേ അപ്പോഴിതാ നമ്മൾ അടിപൊളിയായിട്ട് വെന്ത് വഴന്ന് വന്നപ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ, എന്തെന്ന് വെച്ചാൽ ഈ മസാലയുടെ പച്ചമണവും പോയി അത് നല്ല വെന്ത് കുഴഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ മീനിലോട്ട് തേച്ചിട്ട് പൊള്ളിച്ചെടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ ദോശപാത്രം വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വാഴയിലക്കകത്തോട്ട് നല്ലോണം മസാല പുരട്ടിയിട്ട് നമ്മൾ മീനിനെ നിരത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ വേണമെങ്കിലും ഡിഫറൻ്റായിട്ട് ചിന്തിച്ച് ചെയ്യാം. പക്ഷേ ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും, എങ്കിലും മസാലയിലൊക്കെ വ്യത്യാസം കാണും. പലരും പല രീതിയിലല്ലേ ചെയ്യുന്നത്. അറിയാവുന്നവരാണെങ്കിലും അറിയാത്തവരാണെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കൂ, സൂപ്പറാണ് കേട്ടോ. എനിക്ക് പക്ഷേ ഭയങ്കര പാടം തോന്നിയില്ല, എളുപ്പമായിട്ട് തോന്നി. ആദ്യമേ ഒന്ന് നല്ല പൊരിച്ചെടുക്കണം. പിന്നെ നമുക്കെന്തോ മസാല ചേർത്ത് നന്നായിട്ട് ഇലയെ വെച്ച്, ഇലയെന്ന് പറയാൻ വന്ന ഇഴയെന്നായിപ്പോയി കേട്ടോ. അപ്പോൾ ഇലയെ വെച്ചിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ വാഴയില തികഞ്ഞില്ലായിരുന്നു. പിന്നെ ഞാൻ ഉള്ള കീറിയതും ഒക്കെ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ വെട്ടാനൊന്നും പോയില്ല. അങ്ങനെ ഇതൊക്കെ വെച്ച് തന്നെ കെട്ടി പൊതിഞ്ഞൊക്കെ എടുത്ത്, പിന്നെ നമുക്ക് വാഴയില ഒന്ന് നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടിയാൽ മതിയല്ലോ. മീൻ ഓൾറെഡി നല്ല പൊരിച്ച് വെച്ചേക്കുന്നതല്ലേ. അപ്പോൾ ഇതിൻ്റെ മണവും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നല്ല ഒരു മണമൊക്കെ വരും. നമ്മൾ കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ അരച്ച് ചേർത്തതല്ലേ. പക്ഷേ ഉള്ളിക്കകത്ത് ഇഞ്ചി വേണം എന്നുള്ളവർക്ക് ഇടാം. പക്ഷേ മോന് താല്പര്യമില്ലാത്തതുകൊണ്ട് ഇട്ടില്ല. പിന്നെ മല്ലിയില ഇടും, ഞാനിവിടെ മല്ലിയില ഇടാറുണ്ട്, മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഇട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡിഫറൻ്റായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോഴിതാ നമ്മളെ മീൻ പൊള്ളിച്ചത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി വാഴയില തുറന്ന് കഴിക്കുക. അപ്പോൾ കഴിക്കുമ്പോൾ ഒരു പുക വരും കേട്ടോ, അതിൻ്റെ മണം സൂപ്പറാണ്. അങ്ങനെ ഇന്നത്തെ റെസിപ്പി വാഴയില പൊള്ളിച്ചയാണെന്ന് എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ ഓരോന്ന് എൻ്റെ രീതിയിലുള്ള പാചകമാണ് കാണിക്കുന്നത്. അപ്പോൾ കാണുന്ന കൂട്ടുകാർ ഫുള്ള് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണേ. അപ്പോൾ ഞാൻ തുറന്ന് കാണിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ മീൻ കൂട്ടാത്തത് കൊണ്ട് പിച്ചി കാണിക്കാം, പക്ഷേ കഴിക്കുന്നില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് മീനൊന്നും കൂട്ടാറില്ല കേട്ടോ, മീൻ ഇറച്ചി ഒന്നും കൂട്ടാറില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയാണ് അല്ലേ, നമുക്ക് ജീവിതത്തിൽ അങ്ങനെ വേണമല്ലോ. അപ്പോഴിതാ മീൻ ഇങ്ങനെ പിച്ചുമ്പോൾ നല്ല പഞ്ഞി പോലത്തെ മീനാണ്. കാരണം നമ്മൾ ഇത് വാഴയില പൊഴിയുമ്പം അങ്ങ് ആവിയിൽ വേവുന്ന ആ വരപ്പൊക്കെ പിടിച്ച് നല്ല സൂപ്പറായിട്ട് വരത്തില്ലേ. അപ്പോൾ നല്ല ടേസ്റ്റാണെന്ന് മക്കൾ കഴിച്ചിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഓക്കേ, ബൈ.